അലാസ്ക ഉച്ചകോടിയിൽ അന്തിമധാരണയില്ല. 2.5 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ശുഭസൂചനകളുണ്ടായെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനം വന്നില്ല. നോ ഡീൽ എന്നതാണ് വസ്തുത. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്കുമേൽ യുഎസിന്റെ സമ്മർദ്ദം മുറുകുന്ന പശ്ചാത്തലത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക ചർച്ച അവസാനിച്ചു. അന്തിമ കരാറിലെത്താനായില്ലെങ്കിലും ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടായെന്നും വൈകാതെ തന്നെ ലക്ഷ്യം കാണാനാവുമെന്നും ഇരു നേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടച്ചിട്ട മുറിയിൽ 2.5 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇരു നേതാക്കന്മാരുടെയും വാർത്താ സമ്മേളനം. നല്ല പുരോഗതി ചർച്ചയിലുണ്ടെന്ന് ഇരു നേതാക്കളും സൂചന നൽകി. അടുത്ത ചർച്ച മോസ്കോയിൽ നടക്കുമെന്നാണ് സൂചന. അങ്ങനെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് തീരുമാനമുണ്ടാകാതെ ആ ചർച്ച തീരുകയാണ്. ചർച്ചയിൽ ട്രംപിനൊപ്പം അമേരിക്കൻ വിദേശ സെക്രട്ടറി മാർക്കോ റുബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും പുടിനൊപ്പം വിദേശകാര്യമന്ത്രി സെർഗേയി ലാവ്റോവും പങ്കെടുത്തു. ഉപദേശകരില്ലാതെ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ചർച്ച നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. 6 വർഷങ്ങൾക്ക് ശേഷമാണ് പുടിനും ട്രംപും കാണുന്നത്. ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെങ്കിലും എന്നാൽ അന്തിമ കരാറിലേക്ക് എത്താനായിട്ടില്ലെന്നും അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വൈകാതെ തന്നെ ആ ലക്ഷ്യത്തിലെത്താനാകും. ചർച്ചയിലുണ്ടായ ധാരണകളെക്കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായും നാറ്റോ നേതാക്കളുമായും സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. പുതിനുമായി നേരിട്ടുള്ള ചർച്ച തുടരുമെന്ന സൂചനയും ട്രംപ് നൽകി. ചർച്ചയിലുണ്ടായ പുരോഗതിയെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾക്ക് യുക്രൈനോ യൂറോപ്യൻ രാജ്യങ്ങളോ മുതിരരുതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ റഷ്യയുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണം. യുക്രൈനിലെ നിലവിലെ സാഹചര്യങ്ങൾ റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ദീർഘകാലത്തേക്കുള്ള സമാധാനമുണ്ടാവണമെങ്കിൽ ഈ സംഘർഷങ്ങളുടെ മൂലകാരണങ്ങൾ ഇല്ലാതാവണം. യുക്രൈൻ തങ്ങളുടെ സഹോദര രാജ്യമാണ്. യുക്രൈന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന കാര്യത്തിൽ താൻ പ്രസിഡന്റ് ട്രംപിനോട് യോജിക്കുന്നു. ഇന്ന് തങ്ങൾ എത്തിച്ചേർന്ന ധാരണകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാത തുറക്കുമെന്നും താൻ പ്രതീക്ഷിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. തീർത്തും സൗഹൃദപരമായിരുന്നു ചർച്ച. തികച്ചും പരസ്പര ബഹുമാനത്തോടെയുള്ള അന്തരീക്ഷത്തിലാണ് ചർച്ചകൾ നടന്നതെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. എന്നാൽ ചർച്ചയിലെ വിശദാംശങ്ങളിലേക്ക് ഇരുവരും കടന്നില്ല. സാധാരണഗതിയിൽ രാജ്യത്തിനകത്തുവെച്ച് വിദേശ ഭരണാധികാരികളോടൊപ്പം നടത്തുന്ന വാർത്താസമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം സംസാരിച്ചു തുടങ്ങുന്നതാണ് പൊതുവായ രീതി. എന്നാൽ ഇവിടെ പുടിനാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയതെന്നതും ശ്രദ്ധേയമായി. അലാസ്കയിലെ സോവിയറ്റ് സൈനികരുടെ കുഴിമാടങ്ങളിൽ റീത്ത് സമർപ്പിച്ച ശേഷമാണ് പുടിൻ തന്റെ വിമാനത്തിലേക്ക് മടങ്ങിയത്. നേരത്തെ അലാസ്കൻ നഗരമായ ആങ്കറേജിലെ ജോയിന്റ് ബേസ് എൽമെൻഡോർഫ് റിച്ചാർഡ്സൺ JBER സേനാത്താവളത്തിലെത്തിയ ഇരുവരും ഹസ്തദാനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. വ്യോമത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ട്രംപ് പുടിനെ സ്വീകരിച്ചത്. ട്രംപിന്റെ ഔദ്യോഗിക വാഹനമായ ബീസ്റ്റ് കാറിൽ കയറിയാണ് പുടിൻ ചർച്ചാവേദിയിലേക്ക് പോയത്. പുടിനൊപ്പം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേയി ലാവ്റോവ്, പ്രതിരോധ മന്ത്രി ആൻഡ്രേ ബെലോസോവ്, ധനമന്ത്രി ആൻഡൺ സിൽവാനോവ്, വിദേശ നിക്ഷേപകാര്യങ്ങൾക്കുള്ള പുടിന്റെ ദൂതൻ കിരിൽ ദിമിത്രിയേവ്, പുടിന്റെ സഹായി യൂരി ഉഷാക്കോവ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, യുക്രൈൻ ഗാസ യുദ്ധങ്ങളിലെ സമാധാന ശ്രമം നടത്തുന്ന ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുഡ്മിക് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഉച്ചകോടിയിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയെ ക്ഷണിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. യുക്രൈനെ കൂടി ഉൾപ്പെടുത്തിയുള്ള സമാധാന ചർച്ചയിലേക്കുള്ള പാലമായി അലാസ്ക ഉച്ചകോടി മാറുമെന്ന് സെലൻസ്കി പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം മതിയാക്കാൻ സമയമായി. അതിനു വേണ്ടത് റഷ്യ തന്നെയാണ്. അമേരിക്കയിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുകയാണ്, സെലൻസ്കി പറഞ്ഞു. സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തി അലാസ്കയിൽ 2ാമതൊരു ഉച്ചകോടി വൈകാതെ തന്നെ നടന്നു കാണാൻ ആഗ്രഹമുണ്ടെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിക കപ്പലാക്കി മാറ്റുന്ന സാങ്കേതിക മുന്നേറ്റവുമായി ചൈന നാവിക യുദ്ധത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റമാണിതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അതിവേഗ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡ്രോണും അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഡ്രോണുകൾ സാധാരണയായി മാപ്പിംഗ്, വെടിവയ്ക്കൽ, സാധനങ്ങൾ എത്തിക്കൽ, വലിയ തോതിലുള്ള നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നീ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും പറന്നുയരുമ്പോഴും ഇറങ്ങുമ്പോഴും നീണ്ട റൺവേകളോ വിമാനവാഹിക കപ്പലുകളോ ആവശ്യമാണ്. എന്നാൽ പ്രൊഫസർമാരായ വാങ് യോഗുനും ക്യൂയുട്ടിങ്ങും 10 വർഷത്തിലധികം നടത്തിയ ഗവേഷണങ്ങളുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത പുതിയ ഡ്രോണുകൾ ലംബികമായ ലിഫ്റ്റിംഗും ജെറ്റ് പവറും സംയോജിപ്പിച്ച്
നിലത്തുനിന്ന് ഉയരുന്നത് വേഗത്തിലും സുഗമവുമായി മാറ്റുന്നു. US അവരോധങ്ങൾ നേരിടുന്ന ഒരു സ്ഥാപനമായ ബീഹാങ് സർവകലാശാലയിലാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ നടന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകർ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച പേപ്പറിൽ വ്യക്തമാക്കുന്നത് വേഗത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ മികച്ചതാണെന്നാണ്. അതേസമയം ഡ്രോണിന്റെ റോട്ടർ സിസ്റ്റം യുദ്ധക്കപ്പലുകളിൽ കൂടുതൽ സ്ഥലം കൈവശപ്പെടുത്തുന്നത് ഇന്ധനക്ഷമതയെയും ആയുധങ്ങളെയും ചരക്ക് ശേഷിയെയും ബാധിക്കാമെന്ന ചില വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡ്രോണുകൾക്ക് വലിയ യുദ്ധോപകരണങ്ങൾക്കുള്ള ശേഷി ഉണ്ടാകില്ല എന്നാണ്. പകരം നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കായിരിക്കും ഇവ കൂടുതൽ അനുയോജ്യമാവുക. 2015 ചൈനീസ് ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ ആരംഭിച്ചത്. തായ്വാനിൽ ചൈനയുടെ അധിനിവേശം ആസന്നമായിരിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഇക്കാര്യം ചൈന പുറത്തുവിട്ടിരിക്കുന്നത്. തായ്വാൻ ഡെപ്യൂട്ടി വിദേശമന്ത്രിയും ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുതിയ ഡ്രോണുകൾ ഭാവിയിലെ പോരാട്ടത്തിൽ ചൈനീസ് നാവികസേനയ്ക്ക് അതിവേഗ ദീർഘദൂര നിരീക്ഷണം നടത്താനും ഏത് യുദ്ധക്കപ്പലിൽ നിന്നും ഡ്രോണുകൾ അയക്കാനും കഴിയുമെന്നാണ്. അതിവേഗ ഡ്രോണുകൾ ഉപയോഗിച്ച് എതിരാളികളെ പിന്തിരിപ്പിക്കാനും ദക്ഷിണ ചൈനാക്കടലിൽ അവകാശം ഉന്നയിക്കാനുമുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ഈ സാങ്കേതികവിദ്യ സഹായമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോഴിക്കോട് വടകരയിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണ ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. വടകര തോടന്നൂരിൽ ആശാരിക്കണ്ടി ഉഷയാണ് മരിച്ചത്. രാവിലെ മുറ്റമടിക്കുന്നതിനിടയിലാണ് സംഭവം. വൈദ്യുതി കമ്പിയോടൊപ്പം പൊട്ടിവീണ മരക്കൊമ്പിൽ നിന്നാണ് ഷോക്കേറ്റത്. ഉഷയെ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ രാജ്യത്തെ വിവിധ എയിംസ് ആശുപത്രികളിൽ നിന്നും 429 ഡോക്ടർമാർ രാജിവെച്ച് സ്വകാര്യ മേഖലയിൽ ജോലിക്ക് ചേർന്നതായി കണക്കുകൾ പുറത്തുവന്നു. കൂട്ടരാജി ഏറ്റവും കൂടുതലുണ്ടായത് ഡൽഹി എയിംസിലാണ്, 52. ഒരു കാലത്ത് മികച്ച ഡോക്ടർമാർക്ക് ജോലി ചെയ്യാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലമായിരുന്ന ഡൽഹി എയിംസിൽ നിന്ന് ഇത്രയധികം ആളുകൾ ഒഴിഞ്ഞുപോയത് ആശങ്കയുണ്ടാക്കുന്നു. ഡൽഹിയിലെ ഹുമയൂൺ ശവകുടീരത്തിന് സമീപം നിർമ്മാണത്തിലിരുന്ന ദർഗ തകർന്നു വീണുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചു. 3 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് കൊല്ലപ്പെട്ടത്. അപകട സമയത്ത് 11 പേരാണ് ദർഗയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്നലെ വൈകുന്നേരം 4 മണിക്കോടെയാണ് അപകടം നടന്നത്. നാഗാലാൻഡ് ഗവർണർ ലാ ഗണേശൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകുന്നേരം 6:23:23 അന്ത്യം. ചൈനയുടെ സിംഗപ്പൂരിലെ മുൻ അംബാസിഡറും പ്രമുഖ നയതന്ത്ര ഉദ്യോഗസ്ഥയുമായ സുൻഹയാൻ കസ്റ്റഡിയിൽ. ഇവരെ ചൈനീസ് ഏജൻസികൾ ചോദ്യം ചെയ്യുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ മാസം ആദ്യം വിദേശമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ലിയു ജിയാൻഷോ കസ്റ്റഡിയിലായതിന് പിന്നാലെയാണ് ഈ സംഭവം. യുക്രൈനു വേണ്ടി വിലപേകാനല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ചയ്ക്ക് പോകുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കായി അലാസ്കയിലേക്ക് പോകുന്നതിന് വിമാനത്തിൽ കയറിയപ്പോഴാണ് ട്രംപ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഇന്ത്യൻ ഫുട്ബോൾ താരം ആഷിഖ് കുരണിയൻ. 200 കോടിക്ക് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരികയല്ല വേണ്ടതെന്നും FC ഗോവയെപ്പോലെ മെറിറ്റിൽ വലിയ താരങ്ങളെ എത്തിക്കുകയാണ് വേണ്ടതെന്നും ആഷിഖ് കുരണിയൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞു. അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഇന്ത്യാ സന്ദർശനത്തിന് അന്തിമ അനുമതി ലഭിച്ചതായി റിപ്പോർട്ടുകൾ. ഡിസംബർ 12 കൊൽക്കത്തയിലാണ് മെസ്സി തന്റെ ഇന്ത്യാ പര്യടനത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് പരിപാടിയുടെ പ്രൊമോട്ടറായ ശതദ്രു ദത്ത് പറഞ്ഞു. മെസ്സിയുടെ ഇന്ത്യാ സന്ദർശനത്തിന് ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ 2025 എന്നാണ് പേരിട്ടിരിക്കുന്നത്. കൊൽക്കത്ത സന്ദർശനത്തിന് ശേഷം അഹമ്മദാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലും മെസ്സി എത്തും. ഡിസംബർ 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന്റെ വസതിയിലുള്ള കൂട്ടിക്കാഴ്ചയുമുണ്ടാകും. അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സി ഇന്ത്യയിലെത്തുന്നതിന് മുമ്പ് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. AFC ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ കളിക്കാനാണ് റൊണാൾഡോ ഇന്ത്യയിലെത്തുന്നത്. റൊണാൾഡോയുടെ ക്ലബ്ബായ സൗദിയിലെ അൽ നസ്റും FC ഗോവയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതോടെയാണിത്. ഹോം ആൻഡ് അവേ അടിസ്ഥാനത്തിലാണ് ടൂർണമെന്റിലെ മത്സരങ്ങൾ. അതിനാൽ തന്നെ FC ഗോവയ്ക്കെതിരെ ഇന്ത്യയിൽ കളിക്കാൻ റൊണാൾഡോ എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷ. സെപ്റ്റംബർ 16 മുതൽ ഡിസംബർ 10 വരെയാണ് മത്സരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ എതിർപ്പ് തുടരുന്നിടയ്ക്ക് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ വർധന. ഓഗസ്റ്റിൽ പ്രതിദിനം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് 2 ലക്ഷം ബാരലായി വർദ്ധിച്ചു. ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ പ്രതിദിനം ഇറക്കുമതി ചെയ്ത 52 ലക്ഷം ബാരൽ എണ്ണയുടെ 38% റഷ്യയിൽ നിന്നാണ്. ജൂലൈയിൽ പ്രതിദിനം 16 ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇതാണ് 2 ലക്ഷമായി ഉയർന്നത്. ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി കുറച്ചാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ വർദ്ധിപ്പിച്ചത്. ഇറാഖിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഓഗസ്റ്റിൽ പ്രതിദിനം 7,30,000 ബാരലായാണ് കുറച്ചത്. ജൂലൈയിൽ ഇത് 9,07,000 ബാരലായിരുന്നു. ജൂലൈയിൽ 7 ലക്ഷം ബാരൽ ഇറക്കുമതി ചെയ്ത സ്ഥാനത്താണ് സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഓഗസ്റ്റിൽ 5,26,000 കുറഞ്ഞത്. അമേരിക്കയാണ് 5ാം സ്ഥാനത്ത്. അമേരിക്കയിൽ നിന്ന് പ്രതിദിനം 2,64,000 ബാരൽ എണ്ണയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു.